പള്ളിയിലെ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചു. അതിന് പിന്നാലെ ആലപ്പുഴയിൽ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ആലപ്പുഴ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ കളക്ടർ നടപടി സ്വീകരിച്ചു. അതിനുവേണ്ടി എത്ര രൂപയ്ക്ക് ഈ മണ്ണ് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. ഈ മണ്ണിന്റെ വില തീരുമാനിക്കാൻ, നിശ്ചയിക്കാൻ ഇതിലെ ധാതുമണ്ഡലങ്ങളുടെ കണ്ടൻസ് എന്തുമാത്രമുണ്ട് എന്ന് പറയാൻ മൈനിങ് ആൻഡ് ജിയോളജിയോടും NCSSനോടും പറഞ്ഞു. അവരുടെ മറുപടി ലഭിച്ചില്ല എന്ന കാരണം കൊണ്ട് 464 രൂപ ക്യൂബിക് മീറ്ററിന് വില തീരുമാനിച്ച് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യാൻ തുടങ്ങി. ഈ മണ്ണിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടി എന്നുള്ളത് KMML-ലും IRE-യും എത്ര ലോഡ് എലിമിനേറ്റ് CMR-ന് കൊടുത്തു നോക്കിയാൽ ദാറ്റ് ഈസ് റിഫ്ലക്ടിംഗ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് CMR. ഇതിനേക്കാളും ക്ലിയർ ആയിട്ട്, ഇതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി, ഇതിനേക്കാളും എവിഡൻഷ്യറി ആയിട്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, ഞാനൊരു വിജിലൻസോ, ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റ് പോലീസോ, അല്ലെങ്കിൽ ഞാനൊരു അതുപോലുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ല. ഇതിൽ കൂടുതൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ അഴിമതി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഐ ആം ടെല്ലിംഗ് യു, സംസ്ഥാനത്തിന്റെ എല്ലാ താല്പര്യങ്ങളും ഭരിച്ച് ഒരു കുട്ടനാടിലെ ജനങ്ങളുടെ പേര് പറഞ്ഞ് നടത്തിയ കൊള്ള എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ എക്സാലോജിക്കിന് കൊടുത്ത പൈസ പോട്ടെ, അതിനകത്ത് മറ്റൊരു റെഫറൻസ് ഉണ്ട്. 135 കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്ന് പറയും. മേജർ ചങ്ക് പിണറായി വിജയനാണ് കൊടുത്തിരിക്കുന്നതെന്നും ഇതുണ്ട്. ഐ ഹോപ്പ് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇനി ഈ ചിത്രം കൂട്ടി വായിക്കാവുന്നതുള്ളൂ. എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന പേര് 135 കോടി എഴുതിയതിന്റെ താഴെ പിണറായി വിജയൻ എഴുതിയെന്നും അതിനുവേണ്ടി എന്ത് സേവനമാണ് ആ കമ്പനിക്ക് നൽകിയത് എന്നും ഇതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതുകൊണ്ടുണ്ടായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ we will discuss later.